ദൈവം, ഞാൻ വിശ്വസിക്കുക, നമ്മൾ എവിടെ നിന്നാലും എളിമയോടെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളെ ദൈവം ഒരു പ്രമുഖ സ്ഥാനത്ത് മുമ്പിലെത്തിക്കും. ഞാൻ വലിയ പുള്ളിയാണ്, ഞാൻ വലിയ ആളാണ്, എൻ്റെ അത്രയും കഴിവാർക്കുമില്ല, എൻ്റെ അത്രയും പഠിക്കുന്നവരിവിടെ ആരുമില്ല, ഞങ്ങളുടെ അത്രയും വീട് ഇവിടെ ആർക്കാ ഉള്ളത്, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഞെളിയുകയോ അഹങ്കരിക്കുകയോ വലിയ പുള്ളി ഭാവം ഉണ്ടാവുകയോ ചെയ്യരുത്. അത് നമ്മളെ പുറകിലാക്കും. അതാ ബൈബിളൊരു വാക്കുണ്ട്, അഹങ്കരിക്കുന്നവരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. ഒരിക്കലും എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾ വിശ്വസിക്കണം, നമ്മൾ ആരുമല്ല, ഏതുമല്ല, ഒന്നുമല്ല. നമുക്ക് ദൈവം തന്നതൊക്കെ ഉള്ളൂ. നമ്മുടെ പുറകിലുള്ളവർ നാളെ നമ്മളെക്കാൾ മുമ്പിലെത്തിയാലെന്ന് ആര് കണ്ടു? നമ്മളിന്ന് പറയും, ചില പുറകിൽ കിടക്കുന്ന ആൾക്കാരെ ഓർത്തിട്ട് പറയും ഒന്നും ആവൂല എന്ന് ചിന്തിക്കുന്നവരാ നാളെ നമ്മളെക്കാൾ ഉയരങ്ങളിൽ എത്തും. നമ്മൾ എളിമയോടെ നിൽക്കണം. എളിമയുള്ളവരെ ദൈവം ഉയർത്തും. ദൈവത്തിൻ്റെ കരത്തിൻ്റെ താഴെ എളിമയോടെ നിൽക്കുക. എത്ര മാർക്ക്, എത്ര കഴിവ്, എത്ര വലിയ വീട്, എത്ര സാമ്പത്തികം ഉണ്ടെങ്കിലും എല്ലാം ദൈവം തന്നതാണ്. നമ്മുടെ പേഴ്സ് തുറക്കുമ്പോൾ 10 രൂപ അതിനകത്തുള്ളൂ. 10 രൂപയുള്ളൂ. ഒരു ചായ ഇന്ന് കിട്ടണമെങ്കിൽ 12 രൂപ കൊടുക്കണം. 10 രൂപയുള്ളൂ. അന്നേരം ഓർക്കണം, ഈ 10 രൂപ ദൈവം എനിക്ക് തന്നെ, ഈ വണ്ടി ദൈവം എനിക്ക് തന്നതാ, ഈ ശുശ്രൂഷ ദൈവം എനിക്ക് തന്നതാ, ഈ കുഞ്ഞുങ്ങളെ ദൈവം എനിക്ക് തന്നതാ, ഈ കഴിവ് ദൈവം എനിക്ക് തന്നതാ, ഈ മാർക്ക് ദൈവം എനിക്ക് തന്നതാ. എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുത്ത് എളിമപ്പെടാൻ തുടങ്ങുമ്പോൾ ദൈവം നമുക്ക് വിളിച്ച് അനുഗ്രഹിക്കും, പ്രമുഖ സ്ഥാനം നൽകി.